ലെറ്റ്സ് ടോക്ക് പ്രൊഫസി പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ദ ബുക്ക് ഓഫ് ഡാനിയലിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് വരികയായിരുന്നു. രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ജേക്കബ്, ജോണതൻ, പ്രിൻസ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ കാലത്ത് അറിയാമല്ലോ, 5 വർഷം കഴിഞ്ഞ് അടുത്ത ആരാണ് ഭരിക്കുന്നതെന്ന് പോലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഡാനിയലിൻ്റെ പുസ്തകത്തിൽ നിറച്ചും 2500-നേക്കാൾ മുകളിൽ ഹിസ്റ്റോറിക്കലായിട്ട് ഏതൊക്കെ കിങ്ഡംസാണ്, ഏതൊക്കെ രാജാക്കന്മാരാണ് ഈ ലോകത്തിൽ ഭരിക്കുന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഒത്തിരി ഇൻഫർമേഷനാണ് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റേഴ്സിനെയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഡാനിയൽ 2ാമത്തെ ചാപ്റ്ററാണ് പഠിക്കുന്നത്. ഡിസ്കഷനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു വാക്ക് ജേക്കബായിട്ട് പ്രാർത്ഥിച്ചാലോ? പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപിതാവേ, ഞങ്ങളുടെ ഇന്നത്തെ ചർച്ചയെ അങ്ങ് അനുഗ്രഹിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നയിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ താഴ്മയോടെ ചോദിക്കുന്നു, നല്ല പിതാവേ. ജേക്കബിനോട് തന്നെ ആദ്യ ചോദ്യം, ഈ ഡാനിയൽ 2 ഈ ചാപ്റ്ററിൻ്റെ ഓപ്പണിംഗ് പ്രിമൈസ് എന്താണ്, ഇതിൻ്റെ തുടക്കത്തിൽ സംഭവിക്കുന്നതെന്നൊന്ന് വിവരിക്കാൻ പറ്റുമോ? നമ്മൾ ഈ അധ്യായത്തിൽ തുടക്കത്തിൽ തന്നെ കാണുന്നത് നെബൂഖദ്നേസർ രാജാവ് ഒരു ദിവസം കിടന്ന് ഉറങ്ങുക. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം അവൻ കാണുകയാണ്. സ്വപ്നം ഭയങ്കരമായിട്ട് അലട്ടുക. അപ്പോൾ നമുക്കും ചില സമയത്ത് ഉണ്ടായിട്ടുണ്ടാകും. സ്വപ്നം കാണുമ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് ട്രബിൾ ചെയ്യണ ഒരു സ്വപ്നമായിരുന്നു. പക്ഷേ രാജാവ് സ്വപ്നത്തിൽ നിന്ന് അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് വേഗം ഞെട്ടി എഴുന്നേൽക്കുന്നു. പക്ഷേ സ്വപ്നം മറന്നുപോയി. അപ്പോൾ രാജാവ് ഉടനെ തന്നെ കൽപ്പിച്ചു, ആവിചാരന്മാരെയും ശുദ്രക്കാരെയും കൽദയരെയും എല്ലാവരെയും വിളിക്കാൻ പറഞ്ഞു. വിളിച്ചു. അവർ വന്നു. രാജാവ് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായി, നിങ്ങൾ സ്വപ്നം പറ, എന്നിട്ട് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ പറ. അപ്പോൾ അവർ രാജാവ് സ്വപ്നം പറ, എന്നാൽ ഞങ്ങൾ അതിൻ്റെ അർത്ഥം പറഞ്ഞുതരാം. രാജാവിന് സ്വപ്നം എൻ്റെ അടുത്തുനിന്ന് പോയി, ഞാൻ മറന്നുപോയി. നിങ്ങളിത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ കൊല്ലും, കഷ്ണം കഷ്ണമാക്കിക്കളയും, നിങ്ങളുടെ വീടൊക്കെ കുപ്പക്കുന്നാക്കിക്കളയും. ഇത് ഇങ്ങനെ വളരെ ഒരു ചൂടായ ഒരു എന്താണ് ഒരു തുടക്കമാണ് ശരിക്കും ഈ ഒരു അധ്യായത്തിൽ. ശരിയാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ഇതിൽ പഠിച്ചായിരുന്നു, അതായത് ഡാനിയലും ഫ്രണ്ട്സും അവിടെ 10 മടങ്ങ് ബെറ്റർ ആയിട്ടുള്ള വിദ്വാൻമാരായി മാറിയെന്നാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു തുണ്ടാക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ വീട് കുപ്പക്കുന്നാക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ ഡെത്ത് ഡിക്രിയുടെ അകത്ത് ഡാനിയലും ഡാനിയലിൻ്റെ കൂട്ടുകാരും പെട്ടിരുന്നോ? എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ദാനിയലും സുഹൃത്തിനും പെട്ടിരുന്നു. കാരണം നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പോൾ രാജാവ് ആവശ്യപ്പെട്ടത് ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദാനിയേൽ 2:11 ഇവരുടെ മറുപടി പ്രകാരമായിരുന്നു, തിരുമുമ്പിൽ അത് അറിയിപ്പാൻ ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. അപ്പോൾ അവർ വ്യക്തമാക്കിയത് ദൈവത്തിന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ അതോടെ രാജാവ് എല്ലാവരെയും കൊന്നുകളയണം, അവിടെ വീട് കുപ്പമൊന്നാക്കണം, വിദ്വാന്മാരെയും അതിൽ ഉൾപ്പെടുത്തുന്നു. അപ്പൊ ദാനിയേലും സുഹൃത്തുക്കളും. പക്ഷേ ഈ കാര്യം നടക്കുന്നത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ദൈവത്തിന്റെ കരുതലുണ്ട്. പ്രൊവിഡൻസ് ഓഫ് ഗോഡ് നമുക്കിവിടെ കാണാൻ പറ്റും. കാരണം ദാനിയേലിനെ ആദ്യം തന്നെ നെബൂഖദ്നേസർ രാജാവ് വിളിച്ചിരുന്നുവെങ്കിൽ ആ സ്വപ്നം എന്താകുന്നു എന്ന് ദാനിയേലിന് പറയാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഇപ്രകാരം വിളിച്ചതുകൊണ്ട് അവിടെയുള്ള ഈ മന്ത്രവാദികൾ, അവിടെയുള്ള കൽദയർ, ശൂദ്രക്കാർ, ഇവരെല്ലാവരും ഭാവി പ്രവചിച്ച് പറയുന്നവരാണ് പല മാർഗത്തിലൂടെ. പക്ഷെ ഇവരെല്ലാവരും അവിടുത്തെ രാജാവ് ചോദിക്കത്തില്ലായിരുന്നു, അവർക്ക് പറയാൻ സാധിക്കത്തില്ലായിരുന്നു. അപ്പൊ അവർ കള്ളന്മാരാകുന്നു എന്ന് നെബൂഖദ്നേസർ രാജാവിന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതേപോലെ ഈ സ്വപ്നം കാണുന്ന സമയത്ത് തന്നെ നെബൂഖദ്നേസർ രാജാവിന്റെ മനസ്സിൽ ആ വ്യാകുലത നിറച്ചു, ആ സ്വപ്നം മറന്നു. ഇതെല്ലാം ദൈവത്തിന്റെ കരുതലാണ്. അപ്പൊ ഇവരെ കൊല്ലാൻ വേണ്ടി വന്ന സമയത്ത് ദാനിയേൽ തന്നെ ചോദിക്കുകയാണ് അരിയോക്കിനോട്. നമുക്ക് 15-ാം വാക്യത്തിൽ വായിക്കാൻ സാധിക്കുന്നു, രാജസന്നിധിയിൽ നിന്ന് ഇത്ര കഠിന കൽപ്പന പുറപ്പെടുവാൻ സംഗതി എന്ന് അവൻ രാജാവിനോട് സൈനാധിപതിയായ അരിയാക്കിനോട് ചോദിച്ചു. അരിയാക്ക് ദാനിയേലോട് കാര്യം അറിയിച്ചു. അതിനുശേഷം ദാനിയേൽ എന്ത് ചെയ്യുന്നു? അകത്ത് ചെന്ന് രാജാവിനോട് സമയം ചോദിച്ചു. ആ സമയം ചോദിച്ച ശേഷം എന്ത് ചെയ്തു? സമയം കൊടുത്തു. ആ സമയം കൊടുത്ത ശേഷം നമ്മൾ തിരുവചനം വായിച്ചു നോക്കുമ്പോൾ അവർ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചു. രാത്രി ദർശനത്തിൽ ഉത്തരം കൊടുത്തു എന്നാണ് പറഞ്ഞത്. നമ്മളിവിടെ ചിന്തിക്കണം, രാത്രി ദർശനം എന്ന് പറയുന്നത് എന്താണ്? സ്വപ്നത്തിലാണ് ഉത്തരം കിട്ടിയത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ, നാളെ നമ്മുടെ മരണമാണ്, നാളെ നമ്മൾ തൂക്കിലിടാൻ പോയാണ്, നമുക്ക് രാത്രി ഉറക്കം കിട്ടുമോ? ഇല്ല. അതെ, കാരണം ഇപ്പോൾ അത് ഈ മരണശിക്ഷ വിട്ടേക്കു, നാളെ നമുക്കൊരു പരീക്ഷയാണ്, നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, നമുക്ക് ഉറക്കം കിട്ടത്തില്ല. പക്ഷെ ദാനിയേലിന്റെ മരണശിക്ഷയാണ് വരാൻ പോകുന്നത്. പക്ഷെ ദാനിയേൽ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു, കിടന്നുറങ്ങി, ദൈവം ഉത്തരം കൊടുത്തു. അപ്പോൾ ആ വിശ്വാസം ദാനിയേലിനുണ്ടായിരുന്നു. ആ വിശ്വാസം നമുക്ക് ഇന്ന് പാഠമായിട്ട് എടുക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടതുമാണ്. അതെ, കറക്റ്റ്. ബ്രദർ പ്രിൻസ്, ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കി. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വിദ്വാൻമാരോട് നമുക്കൊരു ഒരു സിമ്പതി തോന്നണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഇപ്പോൾ പ്രിൻസ് ഒന്ന് ആലോചിച്ച് നോക്കും, ഞാനൊരു സ്വപ്നം കാണുന്നു, ഞാൻ പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് അത് മറന്നുപോയി, പ്രിൻസ് അതെങ്ങനെയെങ്കിലും എന്താണെന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ വ്യാഖ്യാനം ഉൾപ്പെടെ പറയണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കൊന്നുകളയും എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ഇത്
ദൈവത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് നോക്കുകയാണെങ്കിലും ദൈവത്തെ അംഗീകരിക്കാതെ സ്വയം ദൈവമാണെന്ന് പ്രഖ്യാപിച്ച് നടക്കുന്ന ഒരു രാജാവിനാണ്, ഒരു ഹീതൻ കിങ്ങിനാണ് ഈ ഡ്രീം കൊടുക്കുന്നത്. ഇതൊക്കെ എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും നമുക്ക്? അതൊരു വിചിത്രമായ കാര്യമായിട്ട് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ദൈവം പ്രവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം പലപ്പോഴും നമ്മൾ വിചിത്രമായിട്ട് കാണുമ്പോഴും അതിൻ്റെ ഉള്ളിൽ വലിയൊരു മർമ്മങ്ങളും ദൈവത്തിൻ്റെ പ്ലാന് ഭയങ്കര അതിശയകരമായിട്ടുള്ള പ്ലാനുകളാണ്. നമ്മൾ തിരുവചനം മൊത്തം പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ പഴയ കാലത്ത് അല്ലെങ്കിൽ പ്രാചീന കാലത്ത് സ്വപ്നങ്ങളെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് രാജാക്കന്മാർ, അത് ഡിവൈൻ ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ഒരു ദൈവികമായിട്ടുള്ള വെളിപ്പെടലായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ സ്വപ്നം കാണുന്നു, മറന്നു പോകുന്നു. നമ്മൾ ഇതിനു വേണ്ടി സമയം ചെലവഴിക്കാനൊന്നും ഇരിക്കത്തില്ല. പക്ഷെ ഒരു രാജാവ് സ്വപ്നം കണ്ട് മറന്നുപോയി, ആ സ്വപ്നം അറിഞ്ഞേ പറ്റുള്ളൂ, അതിൻ്റെ അർത്ഥം മനസ്സിലായേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് രാജസ്ഥാനിയിലുള്ള എല്ലാവരും വിളിച്ചു കൂട്ടുകയാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് അവർ കരുതിയത്. അതുപോലെ ദാനിയേൽ ആ സ്വപ്നം വിവരിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, രാജാവ് കിടന്നുറങ്ങുന്നതിന് മുമ്പേ ഭാവിയിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ള വ്യാകുലത അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ കറക്റ്റ് പോയിന്റിലാണ് ദൈവം ആ സ്വപ്നം കൊടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയാം. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെയാണ്. അപ്പോൾ ദൈവം ഭാവി കാലത്തെക്കുറിച്ച് വെളിപ്പെടുത്തുവാനായിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ രാജാവിന് ഇപ്പോൾ സ്വയം പുകഴ്ചയായിട്ട് അല്ലെങ്കിൽ സ്വയം ദൈവം അഹങ്കരിച്ചിരിക്കുന്ന ഈ രാജാവിന് ദൈവം യഥാർത്ഥ ദൈവം ഞാനാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ആദ്യത്തെ സംഭവമാണ് അവിടെ കാണിക്കുന്നത്. പിന്നീട് ഈ രാജാവ് മാനസാന്തരപ്പെടുന്ന കഥയും നമുക്ക് വായിക്കാൻ സാധിക്കും. ജോണത്തിന് ഇത്തിരി മുമ്പ് പറഞ്ഞ പോലെ തന്നെ രാത്രി ഉറക്കത്തിൽ ദർശനത്തിലാണ് ഈ സ്വപ്നം എന്താണെന്ന് ദൈവം ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. അതിനുശേഷം ഈ സ്വപ്നം എന്തായിരുന്നു എന്നുള്ളതിൻ്റെ ചുരുളിലേക്ക് കടക്കാം. ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇതിൻ്റെ ഒരു ഓപ്പണിംഗ് പ്രിമൈസ് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ ഈ ഡ്രീം, അതായത് നെബൂഖദ്നേസറിന് കിട്ടിയതായിട്ടുള്ള ഈ സ്വപ്നം ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ആ വെളിപ്പെടുത്തിയ ഡ്രീമിൻ്റെ ഒരു നട്ഷലായിട്ട് ജേക്കബിന് പറയാൻ പറ്റുമോ? അപ്പോൾ രാജാവ് കണ്ട സ്വപ്നം ഇതാണ് എന്നാണ് ദാനിയേലിന് കാണിച്ചു കൊടുത്തത്. യെസ്. ഒരു വലിയൊരു ബിംബത്തിൻ്റെ തല സ്വർണം കൊണ്ട് ഉണ്ടാക്കിയത്, കൈയും നെഞ്ചുമൊക്കെ വെള്ളി കൊണ്ടുണ്ടാക്കിയത്, വയറും തൊടയും ഒക്കെ താമ്രം കൊണ്ടുണ്ടാക്കിയത്, കാലിരുമ്പ് കൊണ്ടും കാൽപാദം ഇരുമ്പും കളിമണ്ണും കൊണ്ടുണ്ടാക്കി. അതെ. ഇതിങ്ങനെ രാജാവ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കൈ തൊടാത്ത കല്ലുന്ന, അതിൻ്റെ അർത്ഥം വെച്ചാൽ ഒരാൾ എറിഞ്ഞ കല്ലോ അല്ലെങ്കിൽ വേറെ ആൾ കൊത്തിയെടുത്ത കല്ലോ ഒന്നുമല്ല, ഒരു രീതിയിലും മാനുഷികമായിട്ടുള്ള ഇടപെടില്ലാത്ത ഒരു കല്ലിങ്ങനെ ആകാശത്ത് നിന്ന് വരുന്നു. അത് വന്ന് ആ കാലേട്ട് വന്ന് ശക്തിക്ക് ഇടിക്കുന്നു. അത് കഴിയുമ്പോൾ ഈ കാലും ബാക്കി എല്ലാ ഭാഗങ്ങളും തവിട് പൊടിയായി പോകുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്ന് പറയുമ്പോൾ പതിര് പോലെയായി മാറിയതാണ്. എന്നിട്ടൊരു കാറ്റടിക്കുകയും ഈ പതിരെല്ലാം അങ്ങ് വീശി അങ്ങ് പോവുക. ആ വന്ന് ഇടിച്ച കല്ലോ അത് വളർന്ന് വളർന്ന് വലുതായി ഭൂമി മൊത്തം പരക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതാണ് ആ കണ്ട സ്വപ്നം. ഇതാണ്. അപ്പോൾ ജോണതൻ, നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇതൊരു മെറ്റൽ ഇമേജ് ആണ് അല്ലേ? അപ്പോൾ ഈ ലോഹങ്ങൾ എന്തിനെയാണ് സിഗ്നിഫൈ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ലോഹങ്ങൾ ഉപയോഗിച്ചത്? അതിനൊക്കെ എന്തെങ്കിലും ബിബ്ലിക്കൽ പ്രൂഫ് ഉൾപ്പെടെ പറയാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് ഈ ദർശനം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇൻഫർമേഷൻ, വിവരണങ്ങൾ നമുക്ക് നൽകുന്ന ഒരു ദർശനമാണ്. ഇവിടെ 4 ലോഹങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആരംഭിക്കുന്നത് തന്നെ സ്വർണത്തിലാണ്, പിന്നെ വെള്ളി, താമ്രം, ഇരുമ്പ്, പിന്നെ പിന്നെ ഇരുമ്പാണ് തുടരുന്നത്. അപ്പൊ ഈ 4 ലോഹങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ ക്രമം, ഈ ഓർഡർ, അത് സ്വർണത്തിൽ തുടങ്ങുന്നു, പിന്നെ വരുന്നത് വെള്ളി, താമ്രം. അപ്പോൾ ഇതിന്റെ മൂല്യം നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മൂല്യച്ചെറി, മൂല്യം ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. കാരണം നമുക്കറിയാം സ്വർണം ആണ് ഏറ്റവും കൂടുതൽ വിലയേറിയത്, വെള്ളി അതിനേക്കാൾ കുറഞ്ഞതാണ്, താമ്രം അതിനേക്കാൾ കുറഞ്ഞതാണ്. അപ്പൊ മൂല്യത്തിന് കുറവുണ്ടാകുന്നു. അപ്പോൾ ബാബിലോൺ മുതൽ, ആദ്യത്തെ സാമ്രാജ്യം മുതൽ ഇത് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഇവിടെ മൂല്യം കുറയുന്നു. അവ ദൈവത്തിൽ നിന്ന് പതുക്കെ അകലുന്നു. അങ്ങനെ ദൈവത്തെ മറക്കുന്ന ഒരു സ്വഭാവം നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. ഈ സാമ്രാജ്യങ്ങൾ പതുക്കെ ദൈവത്തിന് അകലെയാണ്. അങ്ങനെ അവരുടെ മൂല്യം കുറയുകയാണ്. പക്ഷെ അതേസമയം ഈ 4 ലോഹങ്ങളുടെ ക്രമം വീണ്ടും ചിന്തിക്കുകയാണെങ്കിൽ, അതിന്റെ ബലം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ 4 ലോഹങ്ങൾ വെച്ച് ഇരുമ്പിനാണ് കൂടുതൽ ബലം. ഇരുമ്പിനേക്കാൾ കുറച്ച് ബലം കുറവാണ് താമ്രം, താമ്രത്തേക്കാൾ കുറവാണ് വെള്ളി, വെള്ളിയേക്കാൾ കുറവാണ് സ്വർണം. അപ്പോൾ ഇതിന്റെ മിലിറ്ററി പവർ, സൈനിക ശക്തി എന്ത് ചെയ്യുന്നു? കൂടിക്കൂടി വരികയാണ്. അത് 4ാമത്തെ സാമ്രാജ്യത്തിലേക്ക് പോകുമ്പോൾ ആ സൈനിക ശക്തി വളരെ വലുതാണ്. പക്ഷെ നമ്മൾ ഇതിന്റെ മൂല്യത്തെ കുറിച്ചൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, നമ്മുടെ ഇന്നത്തെ ക്രൈസ്തവ ലോകം എടുത്തു നോക്കാം, ഇന്നത്തെ പ്രൊട്ടസ്റ്റന്റ് സഭ എടുത്തു നോക്കാം. മാർട്ടിൻ ലൂതർ ഈ പ്രസ്ഥാനം തുടങ്ങിയതിനു ശേഷം ദൈവത്തോട് എത്രത്തോളം അടുത്തിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ സമയം കഴിയും തോറും അവർ ദൈവത്തിന് പതുക്കെ അകലാണ്. അന്നത്തെ കാലത്തെ പ്രൊട്ടസ്റ്റന്റ് സഭയല്ല
ഇന്നുള്ളത് എന്നുള്ളത് ഖേദകരമായിട്ടുള്ള കാര്യമാണ്. കറക്റ്റ്. അപ്പോൾ പ്രിൻസ്, നമുക്കറിയാലോ സ്വർണം, തങ്കത്തിൻ്റെ തല, പിന്നെ വെള്ളി, അങ്ങനെ ഓരോ ലോഹങ്ങളാണ്. അപ്പോൾ ഈ ദാനിയേൽ പറയുന്ന വാക്കുണ്ട്, തിരുമനസ്സാണ് ദ ഹെഡ് ഓഫ് ഗോൾഡ് എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ കിങ്ഡത്തിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ട് വിവരിക്കാൻ പറ്റുമോ? ദാനിയേൽ വിവരിക്കുന്ന ആദ്യത്തെ സാമ്രാജ്യം പൊന്നുകൊണ്ടുള്ള ബാബിലോൺ സാമ്രാജ്യമാണ്. കറക്റ്റ്. അതുകൊണ്ടാണ് തിരുമനസ് തന്നെ എന്ന് പറയാനായിട്ട് കാരണം. ഇപ്പോൾ ബാബിലോൺ സാമ്രാജ്യത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്വർണം എങ്ങനെ അമൂല്യമാണോ, സ്വർണം എങ്ങനെ ഭംഗിയുള്ളതാണ്, അതുപോലെയായിരുന്നു ബാബിലോൺ സാമ്രാജ്യം. വളരെ പ്രൗഢിയിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹമാണ്. അതേപോലെ തന്നെ വളരെ സൗന്ദര്യമുള്ള അല്ലെങ്കിൽ ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പട്ടണമായിരുന്നു ബാബിലോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ ആർക്കിയോളജിയെക്കുറിച്ച് സംസാരിച്ചു. ആർക്കിയോളജി തന്നെ ഒത്തിരി എവിഡൻസസ് ബാബിലോൺ എങ്ങനെയായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒത്തിരി ലിഖിതങ്ങൾ, ഒത്തിരി ചുരുളുകൾ, ഇതെല്ലാം നമുക്ക് ഇന്ന് സാക്ഷിയിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഹെറോഡോട്ടസ് എന്ന ചരിത്രകാരൻ അനേകം വിവരണങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ബാബിലോൺ എന്ന് പറയുന്ന സാമ്രാജ്യം ഇരിക്കുന്ന യൂഫ്രട്ടീസ് എന്ന് പറയുന്ന നദിയിലാണ്. അപ്പോൾ അതിന് ചുറ്റും കോട്ടമതിലുള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നു. ഏകദേശം 300 അടി പൊക്കത്തിൽ അവർ കോട്ടമതിൽ ചെയ്തിരുന്നു. 14 മൈൽ നീളത്തിലായിരുന്നു അവരുടെ മതിലുകളൊക്കെ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ രഥങ്ങളെല്ലാം ട്രാവൽ ചെയ്യാൻ പറ്റിയ റോഡുകൾ നിർമ്മിച്ചിരുന്നു. അപ്പോൾ വളരെ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പട്ടണമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഉള്ളിൽ മനോഹരമായിട്ടുള്ള കൺസ്ട്രക്ഷൻസ് ഉണ്ട്. ഒരുപക്ഷെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഹാങ്ങിങ് ഗാർഡൻസ്, അല്ലേ, തൂക്ക് പൂന്തോട്ടം. നെബൂഖദ്നേസർ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പണി നിർമ്മിച്ചു കൊടുത്ത ഒരു, ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്ന സംഭവമാണ്. അകത്തെ സിറ്റി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതും വളരെ മനോഹരമാണ്. അറിയപ്പെടുന്ന 8 ഗോപുരങ്ങൾ അല്ലെങ്കിൽ കോട്ടകൾ അല്ലെങ്കിൽ ഗേറ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് ഇസ്താർ ഗേറ്റ് എന്ന് പറയുന്നത്. അത് ബെർലിനിലെ പെർഗമോൻ മ്യൂസിയത്തിൽ അതിൻ്റെ റെപ്ലിക്ക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പോരാഞ്ഞിട്ട് ഇവർ തന്നെ ബോസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഇത്രയും വലിയ ശക്തമായിട്ടുള്ളൊരു കോട്ടയാണെങ്കിലും ഏതെങ്കിലും ഒരു സൈന്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രം അവർ വളഞ്ഞു കഴിഞ്ഞാൽ 20 വർഷത്തേക്ക് അവർക്ക് വെളിയിൽ പോകാതെ കഴിയാനുള്ള സമ്പത്തും ഭക്ഷണവും മറ്റെല്ലാ ക്രമീകരണങ്ങളും അവർ അഡ്വാൻസ് ആയിട്ട് ശേഖരിച്ച് വെച്ചിരിക്കുന്നു എന്നാണ് അവർ പോസ്റ്റ് ചെയ്യുന്നത്. അത്രയും വലിയൊരു പട്ടണം, അത്രയും പ്രൗഢമായിട്ടുള്ള വെൽ ഓർഗനൈസ്ഡ് സിറ്റിയാണ് ബാബിലോൺ. അപ്പോൾ 20 വർഷം ഒരിക്കലും ഒരു സൈന്യത്തിന് അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാനും പറ്റാത്തൊരു സിറ്റുവേഷൻ ആണല്ലോ. അപ്പോൾ ഇത്രയും ഒരു ഫോർട്ടിറ്റ്യൂഡുള്ള ഒരു സിറ്റി അല്ലേ, ഇതെങ്ങനെയാണ് തകർന്നത്? നെക്സ്റ്റ് കിങ്ഡം, ഓഫ് കോഴ്സ് അടുത്ത കിങ്ഡം ആണല്ലോ സിൽവർ, അതിലേക്ക് എങ്ങനെയാണ് ട്രാൻസിഷൻ ചെയ്തത്? അതിൻ്റെ സ്റ്റോറി ഒന്ന് പറയാൻ പറ്റുമോ? നമ്മൾ മാനുഷികമായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് ഇമ്പോസിബിളാണ്. കാരണം 2 രഥങ്ങൾക്ക് ഒരേ സമയത്ത് പോകുന്ന അത്ര വീതിയുള്ള കോട്ടയാണ്. അതുപോലെ തന്നെ ഇത്രയും നാളത്തെ ഭക്ഷണത്തിൻ്റെ സ്റ്റോക്കും ഒക്കെ ഉള്ളപ്പോൾ ആർക്കും കയറാൻ പറ്റത്തില്ല. അന്നത്തെ കാലത്തെ ടെക്നോളജി വെച്ച് ഒരിക്കലും പറ്റത്തില്ല. പക്ഷേ ഇവിടെ പ്രവചനത്തിൽ പറയുന്നുണ്ട് സ്വർണം കഴിഞ്ഞാൽ വെള്ളി വന്നേ പറ്റത്തുള്ളൂ, അടുത്ത രാജ്യം വരണം. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ നെബൂഖദ്നേസറിന് ശേഷം പിന്നീട് കുറേ രാജാക്കന്മാർ ഭരിക്കുകയുണ്ടായി. നെബൂഖദ്നേസറിൻ്റെ അത്രയും നല്ല ഗുഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒന്നും ആയിരുന്നില്ല. അപ്പോൾ ഈ ഒരു കാലത്ത് നെബൂഖദ്നേസർ എന്ന് പറഞ്ഞ ഒരു രാജാവ് ഭരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു ബാബിലോൺ ഏൽപ്പിച്ച്, അദ്ദേഹമാണ് ബേൽഷസർ എന്നുള്ള പേരിൽ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ബേൽഷസറാണ് ബാബിലോണിൻ്റെ ഇൻചാർജ്. അപ്പോൾ ബേൽഷസർ നോക്കിയപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ബേസിക്കലി ഒരു സെക്യൂരിറ്റി റിസ്ക്കും ഇല്ല. അപ്പോൾ അവരവിടെ വലിയൊരു വിരുന്നൊരുക്കി എല്ലാവരും തിന്നു കുടിച്ച് ഉന്മത്തിക്കുന്നു. അതും നെബൂഖദ്നേസർ രാജാവ് ദൈവത്തിൻ്റെ ദേവാലയത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന പാനപാത്രങ്ങളിലാണ് ഇവർ വീഞ്ഞ് കുടിക്കുന്നതും. എന്നിട്ട് ദൈവത്തെ കളിയാക്കുന്നു, അവരുടെ ദൈവന്മാരെ സ്തുതിക്കുന്നു. അതായത് എല്ലാത്തിനും ആ മൂർധന്യ അവസ്ഥയിലെത്തി അവരുടെ തെറ്റുകളുടെയൊക്കെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുറത്ത് കോരേഷ് എന്ന് പറഞ്ഞ മീഡോ പേർഷ്യൻ ആർമിയുടെ ജോയിൻ്റ് ആർമിയുടെ കമാൻഡർ, അദ്ദേഹത്തിൻ്റെ ആർമി ഇങ്ങനെ വളയുക. ഇവരാരും ഇത് ശ്രദ്ധിക്കുന്നില്ല. ഈ വളയുന്ന സമയത്തും നമ്മൾ നോക്കുമ്പോൾ ഉള്ളിൽ കയറാനൊന്നും പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ആർക്ക് വേണമെങ്കിൽ വളയാം. അതും ഹെറോഡോട്ടസ് ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ പണ്ട് പറയുമായിരുന്നു, ഇങ്ങനെ പല ആർമീസും വളഞ്ഞു ഇവർ മുകളിൽ നിന്ന് അപ്പം എറിഞ്ഞു കൊടുക്കും. കാരണം ഈ കളിയാക്കുക ബേസിക്കലി. ഇതൊരു ഇംപ്രഗ്നബിൾ സിറ്റിയാണ് ബാബിലോൺ. എന്നാൽ ഈ സിറ്റിയെ പിടിച്ചാൽ ഈ എംപയർ മുഴുവൻ കീഴടക്കാൻ പറ്റും. കാരണം ബാബിലോൺ എന്ന് പറഞ്ഞ പട്ടണമാണ് ഇതിൻ്റെ ഫൈനാൻഷ്യൽ, എക്കണോമിക്, അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ. അവിടെയാണ് പൊതുവെ രാജാവും ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ആർമി വളയുന്ന സമയത്ത് ഈ പട്ടണത്തിനുള്ളിൽ കൂടെയാണ് യൂഫ്രട്ടീസ് നദി ഒഴുകുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ നദീനെ തിരിച്ചുവിടുക, കനാലുണ്ടാക്കിയിട്ട്. തിരിച്ചുവിട്ടാൽ ഉള്ളിൽ കയറാൻ പറ്റത്തില്ല. കാരണം അവിടെ താമരത്തിൻ്റെ ഗേറ്റ് വെച്ച് അടച്ചിട്ടുണ്ട്. ഈ നദിയുടെ ഉള്ളിൽ കൂടെ ആർക്കും കയറാം. പക്ഷേ എന്നാലും ലെവൽ കുറയും, ആൾക്കാർക്ക് അതിൽ കൂടെ നടക്കാൻ പറ്റുന്ന ലെവലിലേക്ക് തിരിച്ചുവിട്ടു.
ഇങ്ങനെ ഇവർ ചെന്ന് നോക്കിയപ്പോഴേ താമ്രത്തിൻ്റെ ഗേറ്റും തുറന്നു കിടക്കുക. അത് ഏഷ്യാവിൻ്റെ പ്രവചനത്തിൽ 45-ാമത്തെ അധ്യായത്തിൽ വ്യക്തമായി ദൈവം പ്രവചിച്ചിട്ടുണ്ട്. അതും സൈറസ് അല്ലെ കോരഷ് എന്ന് പറഞ്ഞ രാജാവ് വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് പേരെടുത്ത് എഴുതിയിരിക്കുക. യഹോവ തൻ്റെ അഭിഷിക്തനായ കോരഷിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമര വാതിലുകളെ, ഇന്ന് ഹിസ്റ്റോറിയൻസ് എഗ്രി ചെയ്യണ താമര വാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ടിച്ചു കളയുകയും ചെയ്യുന്ന എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദൈവം പറഞ്ഞ പോലെ ദൈവം വാക്ക് വലിച്ച് വാതിൽ തുറന്നിട്ടു. ഇവരുള്ളിലേക്ക് കയറി. ഈ തിന്നു കുടിച്ചിരിക്കുന്നവരോട് പെട്ടെന്ന് വരിക, ഒരു റിപ്പോർട്ട് വരിക, രാജാവേ നമ്മുടെ കിങ്ഡം പിടിച്ചെടുത്തു. ഷോക്കിംഗ് ന്യൂസ്. ഇവരെല്ലാവരും ഓളയിടാൻ തുടങ്ങി. അവർ ആ സൈഡിൽ വിജയത്തിൻ്റെ കോശം പുഴക്കി. അങ്ങനെയാണ് മീഡോ പേർഷ്യൻ എംപയർ കീഴടക്കിയതും. പിന്നീട് അവർ 539 മുതൽ 332 BC വരെ അവിടെ ഭരിക്കുകയും ചെയ്യുക. നമുക്ക് മൂന്നാമത്തെ കിങ്ഡംത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു ബ്രേക്ക് എടുക്കാം. ചർച്ച തുടരാം നമുക്ക്. ജോണത്തിന്, അപ്പം നമ്മൾ 2 കിങ്ഡംസിനെ കുറിച്ച് മനസ്സിലാക്കി. ബാബിലോൺ, ഗോൾഡൻ ഹെഡും അതുപോലെ തന്നെ സിൽവറിൻ്റെ ഭാഗവും പഠിച്ചു കഴിഞ്ഞു. ജേക്കബ് ഇത്തിരി മുമ്പ് ആ ട്രാൻസിഷനും പറഞ്ഞായിരുന്നു. അപ്പം മീഡോ പേർഷ്യൻ എംപയർ എത്ര നാളുണ്ടായിരുന്നു, അതിനുശേഷം മൂന്നാമത്തെ ലോകത്തിലേക്ക് എങ്ങനെയാണ് പോയത്, അത് ഏത് രാജ്യത്തെയാണ് സിഗ്നിഫൈ ചെയ്തതെന്നൊക്കെ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ വേദപുസ്തകം വായിച്ചു നോക്കുമ്പോൾ ദാനിയേൽ 2:39 സർവ്വഭൂമിയിലും വാഴുവാനിരിക്കുന്നതായി താമ്രം കൊണ്ടുള്ള മൂന്നാമതൊരു രാജ്യത്വം ഉത്ഭവിക്കും. അപ്പോൾ എന്താണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇനി മൂന്നാമത്തെ ഒരു രാജ്യത്വമാണ്. നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ബാബിലോണിന് ശേഷം മേദോ പേർഷ്യയ്ക്ക് ശേഷം വരേണ്ട അടുത്ത സാമ്രാജ്യമാണ് യവന സാമ്രാജ്യമാണ്, അല്ലെങ്കിൽ ഗ്രീസാണ്. അപ്പോൾ ഇത് 331 ഇവർ ഭരണത്തിൽ കയറുന്നത്. മേദോ പേർഷ്യ തകർത്തുകൊണ്ട് 331, അത് 168 വരെ പോവുകയും ചെയ്തു. ഇനി ഞാൻ തിരുവചനത്തിൽ നിന്ന് തെളിവ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ എസെക്കിയേലിന്റെ പ്രവചനം 27-ാം അധ്യായം 13 ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് താമ്രവും ഗ്രീസും അല്ലെങ്കിൽ യവന സാമ്രാജ്യം തമ്മിൽ ബന്ധിപ്പിക്കുകയാണ്. അപ്പോൾ എസെക്കിയേൽ പ്രവചനം 27:13 വായിക്കുന്നത്, യാവാൻ, തൂബാൽ, മേശക് എന്നിവർ നിന്റെ വ്യാപാരികൾ ആയിരുന്നു. അവർ ആളുകളെയും താമ്ര സാധനങ്ങളെയും നിന്റെ ചരക്കിന് പകരം തന്നു. അപ്പൊ ഇവിടെ പറഞ്ഞ യാവാൻ, തൂബാൽ, മേശക് എന്ന താമ്ര സാധനങ്ങളെ വിൽക്കുന്നതാണ്. ഇനി ഈ വ്യക്തി ആരാണ്? ഉൽപ്പത്തി 10:2 നമ്മൾ വായിച്ചു നോക്കിയാൽ യാഫത്തിന്റെ പുത്രന്മാർ ഗോമേർ, മാഗോഗ്, മാദായ്, യാവാൻ, തൂബാൽ, മേശക് എന്ന് പറയുന്നുണ്ട്. ഈ യാവാൻ എന്ന വാക്ക് യഥാർത്ഥത്തിൽ ആ പദത്തിന്റെ അർത്ഥം തന്നെ ഗ്രീസ് എന്നാണ്. അപ്പൊ യാവാൻ എന്ന വാക്ക് തന്നെ അതിന്റെ അർത്ഥം അതൊരു നൗണും കൂടിയാണ്. അതിന്റെ അർത്ഥം തന്നെ ഗ്രീസാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു, ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതേപോലെ വേദപുസ്തകം പരിശോധിച്ചാലും ഈ മൂന്നാമത്തെ സാമ്രാജ്യം യവന സാമ്രാജ്യമാണെന്ന് മനസ്സിലാവും. ഇനി ചരിത്രത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ ഗ്രീസ് എന്ന് പറയുന്നത് പണ്ടത്തെ ഇന്ത്യ പോലെ പല പല ചെറിയ നാടുകളുടെ ഒരു കൂട്ടുരാജ്യമായിരുന്നു. പക്ഷെ അതിനുശേഷം അലക്സാണ്ടർ ചക്രവർത്തി വന്നതിന് ശേഷമാണ് അതൊരു മെസഡോണിയൻ എംപയറായി മാറി. അവരെ ശക്തീകരിക്കുകയും അവർ ഒന്നിച്ചു വരികയും ചെയ്തു. ഈ മേദോ പേർഷ്യകളുടെ മാറ്റം വരാൻ കാരണം ഒരു വലിയൊരു യുദ്ധമാണ്. അത് 331 BC നടക്കുന്നത്. ഈ 331 BC എന്ന് പറഞ്ഞ യുദ്ധത്തിന് ശേഷം എന്ത് ചെയ്തു? ദാരിവേഷ്യൻ എന്ത് ചെയ്തു? ഇഷ്ടം പോലെ സൈന്യം നഷ്ടമായി. പക്ഷെ എങ്ങനെയെങ്കിലും തിരിച്ചടിക്കണം എന്ന് അദ്ദേഹം വിചാരിച്ചു. പക്ഷെ അതൊന്നും നടന്നില്ല. അവസാനം ചെറിയൊരു വ്യത്യാസത്തിൽ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കയ്യിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുകയാണ്. അദ്ദേഹം അങ്ങനെ ഓടുന്നു. പക്ഷേ ഇവിടെയാണ് ചരിത്രത്തിൽ വേറൊരു സംഭവം നടക്കുന്നത്. 3 വ്യക്തികൾ, അവരുടെ ചരിത്രം തന്നെ പറയുന്നത് രാജ്യദ്രോഹികൾ എന്നാണ്. അവരുടെ പേര് ഇപ്രകാരമാണ്: ബെസസ്, നാബസീൻസ്, ബെർസെഞ്ചസ് എന്നീ 3 വ്യക്തികൾ ഈ രാജാവിനെ കടത്തിക്കൊണ്ടുപോയി. ഈ രാജാവ് അഥവാ അലക്സാണ്ടർ ചക്രവർത്തി അവരെ പിന്തുടർന്ന് പിടിക്കുകയാണെങ്കിൽ ഈ രാജാവിന്റെ ജീവൻ വച്ച് ഈ 3 പേർക്കും രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു. അപ്പൊ എന്ത് ചെയ്തു? അവരെ ഈ രാജാവിനെ കടത്തിക്കൊണ്ടുപോയി. പക്ഷെ രാജാവ് ഇതിനൊന്നും സമ്മതിക്കാത്തതുകൊണ്ട് അവരെന്ത് ചെയ്തു? രാജാവിനെ മർദ്ദിച്ചു, ക്രൂരമായിട്ട് മർദ്ദിച്ചു. ജീവൻ പോകാറായ സമയത്താണ് അവനെ ഉപേക്ഷിച്ചത്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ വന്ന് എത്തിയ സമയം അദ്ദേഹം മരിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ജീവനറ്റ ശരീരം അദ്ദേഹത്തിന്റെ കൈകളിൽ വെച്ചുകൊണ്ട് അദ്ദേഹം നോക്കിയപ്പോൾ താൻ ആ ലോക അധിപതിയിലേക്ക് പോകാൻ ഒരു തടസ്സവുമില്ലാതെ അങ്ങനെ 331 അലക്സാണ്ടർ ചക്രവർത്തി ഈ ലോക സാമ്രാജ്യത്തിന്റെ ശക്തികളായി മാറി. അങ്ങനെ യവന സാമ്രാജ്യം നമ്മുടെ സീനിലേക്ക് വരികയാണ്. ഓക്കെ. പ്രിൻസ്, അപ്പോൾ നമ്മൾ 3 കിങ്ഡംസിൻ്റെ കഴിഞ്ഞു, ഒരു കാലാവധിയും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ 2 ട്രാൻസിഷൻസിൽ ഒരു വലിയ പവർ സ്ട്രഗിൾ ഉണ്ടായതായിട്ട് നമ്മൾ കാണുന്നു.
നാലാമത്തെ കിങ്ഡമിലേക്ക്, അതായത് ഈ ഇരുമ്പിൻ്റെ രാജ്യത്തിലേക്ക് എങ്ങനെയാണ് വന്നത്? ഒരു ട്രാൻസിഷൻ ഉണ്ടായിരുന്നോ? എന്തൊക്കെയായിരുന്നു ഈ ഒരു കിങ്ഡത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? നമ്മൾ ആദ്യത്തെ 2 സാമ്രാജ്യങ്ങൾ കണ്ടു, ബാബിലോൺ കണ്ടു, മീദോപേഷ്യ കണ്ടു. ഈ 2 സാമ്രാജ്യങ്ങളും ഓരോ യുദ്ധങ്ങളിലൂടെയാണ് അത് മാറി അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. എന്നാൽ 3ാമത്തെ സാമ്രാജ്യത്തിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ പറയുന്നത് കാല് ഏറ്റവും നീളം കൂടിയ അവയവമാണ്. അതുപോലെ തന്നെ അത് ഇരുമ്പിനോട് സാദൃശ്യപ്പെട്ട ഒരു സാമ്രാജ്യമാണെന്ന് പറയുന്നത്. ഇരുമ്പ് വളരെ ശക്തിയുള്ള ഒരു ലോഹമാണ്. അവണ്ണം തന്നെ നീളമേറിയതും അല്ലെങ്കിൽ ദൈർഘ്യമേറിയതും വളരെ ശക്തിയുള്ള ഒരു സാമ്രാജ്യമാണ് യവന സാമ്രാജ്യത്തിന് ശേഷം വന്ന റോമൻ സാമ്രാജ്യം. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഗ്രീസ് സാമ്രാജ്യത്തിനെ അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യം ആക്രമിച്ചിട്ടല്ല ഗ്രീസ് സാമ്രാജ്യം മാറപ്പെടുന്നത്. ഗ്രീസ് സാമ്രാജ്യത്തിൻ്റെ ശക്തി ക്ഷയിച്ച് വന്നിട്ട് പല കാരണങ്ങളാലും അത് റോമൻ സാമ്രാജ്യമായിട്ട് മാറുകയാണ്. നമുക്ക് തുടർന്നുള്ള അധ്യായങ്ങളിൽ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ റോമൻ സാമ്രാജ്യത്തെക്കുറിച്ച് നമ്മൾ എടുക്കുമ്പോൾ വലിയ ശക്തിയുള്ള സാമ്രാജ്യമാണ്. ലാറ്റിൻ ഭാഷയിലെ റോം എന്ന് പറയുന്നത് സ്ട്രെങ്ത് എന്നാണ്, സ്ട്രെങ്തിനെ സൂചിപ്പിക്കുന്നു. നമുക്കറിയാം റോം കീഴ്പ്പെടുത്തിയ അല്ലെങ്കിൽ അവരുടെ അധിനിവേശങ്ങളെക്കുറിച്ചൊക്കെ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. രക്തരൂഷിതമായിട്ടുള്ള യുദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. പീസ് ട്രീറ്റിലൂടെ അവർ കീഴ്പ്പെടുന്ന കാര്യങ്ങൾ കാണുന്നുണ്ട്. വളരെ ശക്തിയേറിയ ഒരു സാമ്രാജ്യമാണ്. എടുത്തു പറയേണ്ട 2 വ്യക്തികളാണ് ജൂലിയസ് സീസർ. ജൂലിയസ് സീസർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അധിനിവേശങ്ങൾ റോമിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു രാജാവാണ് ജൂലിയസ് സീസർ. മറ്റൊരു പ്രത്യേകതയുള്ള വ്യക്തിയാണ് ഓഗസ്റ്റസ് സീസർ. ഓഗസ്റ്റസ് സീസർ എന്ന് പറയുന്നത് റോമിനെ ഏറ്റവും കൂടുതൽ ബ്യൂട്ടിഫൈ ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സമയത്താണ് പോലീസ്, ബാങ്കിങ്, അതുപോലെ തന്നെ പല സർവീസസും അദ്ദേഹം കൊണ്ടുവന്നത്. ടാക്സേഷൻ കൊണ്ടുവന്ന അദ്ദേഹമാണ്. നമ്മുടെ മോഡേൺ ഡെമോക്രസിയിലെ പല കാര്യങ്ങളും റോമാണ് കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് കോർട്ട് സിസ്റ്റം, ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നത് ഇവരാണ്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു യഹൂദ എന്ന് പറയുന്ന നാട് റോമക്കാരുടെ അധീനതയിലായിരുന്നു, അല്ലേ? അപ്പോൾ ഇവരെയൊക്കെ കുറിച്ച് പരാമർശിക്കുന്നു. ഓഗസ്റ്റസ് സീസറിനെ കുറിച്ച്, തിബരിയാസ് കൈസറിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാൽപാദം അല്ലെങ്കിൽ ഈ ഇരുമ്പ് കൊണ്ടുള്ള കാല് ശക്തമായിട്ടുള്ള റോമൻ സാമ്രാജ്യത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് ഏകദേശം അവസാനിക്കാറായി. ഡാനിയലിൽ നെബുക്കദ്നേസറിന് കൊടുത്ത ഡ്രീമിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ 4 ഭാഗങ്ങൾ നമ്മൾ ചെയ്തു. ഓക്കെ, ദ ഹെഡ് ഓഫ് ഗോൾഡ്, അത് ബാബിലോൺ ആണെന്ന് കണ്ടു. പിന്നീട് നമ്മൾ മീഡോ പേർഷ്യൻ എംപയർ, കൈയും നെഞ്ചും. അതുപോലെ തന്നെ ഗ്രീസ് ബ്രോൺസ്, അതായത് താമ്രമാണെന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇരുമ്പും കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിക്കുകയാണ്. ഇനിയും ഈ ഡ്രീമിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമ്മളത് കവർ ചെയ്യുന്നതായിരിക്കും. ഇതിൽ പങ്കെടുത്ത് നിങ്ങൾ 3 പേർക്കും നന്ദി. പ്രേക്ഷകർക്കും ഇതൊരു ബ്ലെസ്സിങ് ആയിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്.